അല്ല, വസന്ത് പറഞ്ഞ് ഈ സമരം തന്നെ നിങ്ങൾക്ക് ഹറാമായ മാതിരിയാണല്ലോ പറയുന്നത്. കഴിഞ്ഞ 10 വർഷം നമ്മൾ സമരം കണ്ടിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ കാലത്ത്. അല്ല, സമരം ചെയ്യണമെന്നേ. PDPP ഒക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കേസുകൾ എന്റെ പേരിലും ഉണ്ട്. PDPP കേസുകളൊക്കെ നേരിട്ടിട്ടുള്ള ആളാണ് ഞാനും. യൂത്ത് ഭരണത്തിൽ വന്നപ്പോൾ അതിനൊക്കെ തള്ളി പറയുന്നത് എന്തിനാണ് വസന്ത്? അല്ല, തള്ളി പറഞ്ഞില്ലെന്നേ. എവിടെയാണെന്ന് പറഞ്ഞെന്നറിയോ? സമരത്തിന്റെ ഉദ്ദേശം പ്രശ്നമല്ലേ അജിംസേ? സമരത്തിന് കാരണഭൂതൻ ആരാണ്? കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണഭൂതനായ സർക്കാർ ഏതാണ് എന്നതിനെ പറ്റി അവർ നോക്കുന്നില്ല. അങ്ങനെ നോക്കിയാൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് വേണം സമരം ചെയ്യാൻ. ഒന്ന്. രണ്ട്, അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് നിർവഹിക്കാൻ പുതിയ കാലത്ത് പുതിയ മാർഗങ്ങളുണ്ട്. അത് അവലംബിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഇപ്പോ പുതുപ്പള്ളിയിൽ പിണറായി വിജയൻ വന്ന് കൈ ഉയർത്തി LDF തോറ്റു. തൃക്കാക്കരയിൽ പിണറായി വിജയൻ വന്ന് കൈ ഉയർത്തി LDF തോറ്റു. പാലക്കാട് പിണറായി വിജയൻ വന്ന് കൈ ഉയർത്തി LDF തോറ്റു. അങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുക്കം കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ഓടി നടന്ന് കൈ ഉയർത്തി. എത്താൻ പറ്റാത്തടത്ത് വീഡിയോ കോൺഫറൻസിൽ കൈ ഉയർത്തി. കേരളം ആകെ തോറ്റു. എന്നിട്ടും ആ തോറ്റ ക്യാപ്റ്റനെ വെച്ച് അവർ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശ്രീ MJ പറഞ്ഞതുപോലെ ആ ആലങ്കാരിക പദവിയായി ഉപനേതൃ സ്ഥാനത്തെ കാണാൻ തൽക്കാലം സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം എന്താ? ഈ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ, ഏത് നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന് സേ ഇല്ല നിയമസഭയ്ക്കുള്ളിൽ. അദ്ദേഹത്തിന് ഒരു വിഷയം ചൂണ്ടിക്കാണിക്കാൻ തൽക്കാലം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിന്റെ കാലത്ത് അതിന്റെ അങ്ങേറ്റം ബൂർഷയുടെ മൂത്താപ്പയുടെ പണി കാണിച്ചവരാണ്. അവരാണ് ബൂർഷയെ ചൂണ്ടിക്കാണിക്കാൻ പോവുക. അതെങ്ങനെ കാണിക്കാൻ പറ്റും? അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ധാർമ്മികപരമായി ഉയർത്താൻ പറ്റാത്ത, അദ്ദേഹത്തെ എത്തിക്കലി ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഉപനേതാവിന് റോൾ ഉണ്ട്. ഉപനേതാവിന്റെ പണി വൃത്തിയായി ചെയ്യാൻ അറിയാവുന്ന ഞാനൊരു ഏതാ പറയുന്നത്, വളരെ സന്തോഷപൂർവ്വമാണ്, ജനാധിപത്യപരമായാണ് അതിനെ കാണുന്നത്. ഉപനേതാവിന്റെ പണി അത് ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ കൈകളിലേക്ക് വന്നാൽ സ്വാഭാവികമായും ഞങ്ങളുടെ സർക്കാർ പ്രതിരോധത്തിലാവും. സർക്കാർ എപ്പോഴും വാച്ചബിൾ ആവും. സർക്കാരിന്റെ ചെറിയ കുറ്റങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കാൻ അതിന് എത്തിക്കലി ബേസ് ഉള്ള ഒരു ലീഡർ വരും. അതുകൊണ്ടാണ് CPI അത് ആവശ്യപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ എത്തിക്കൽ ബേസ് ഇല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വാദം നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിക്കുന്നു എന്നിരിക്കട്ടെ. ഒരു വിരൽ UDF നേരെ ചൂണ്ടുമ്പോ, അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരു വിരൽ UDF നേരെ ചൂണ്ടുമ്പോ അദ്ദേഹത്തിന് നേരെ 4 വിരലുകൾ ചൂണ്ടപ്പെടുകയാണ്. ജനം അത് ഓർക്കുകയാണ്. അധികം കാലമായില്ലല്ലോ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് മാറിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്ത കൊള്ളരുതായ്മകളുടെ ഒരു ലിസ്റ്റ് എടുത്തു വെച്ച് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റും. അവിടെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം CPIക്ക് കിട്ടിയാൽ അവർക്ക് അവിടെ പെർഫോം ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി. അപ്പൊ അത് അവരുടെ വിഷയമാണ് എങ്കിൽ പോലും അത് കൊടുക്കേണ്ടത് മര്യാദയാണ്. ഒന്ന്. രണ്ട്, നേരത്തെ MJ തന്നെ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടതു പാർട്ടികളുള്ള മുന്നണി ഇന്ത്യയിൽ, കേരളത്തിലല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടതു പാർട്ടികളുള്ള മുന്നണി UDF ആണ്. ഇപ്പൊ LDF-നേക്കാൾ ഇടതു പാർട്ടികൾ, ഇപ്പൊ കേരള കോൺഗ്രസ് ഇടതു പാർട്ടിയല്ല, CPM CPI ആണ് അവിടെ ഉള്ളത്. ഇവിടെ നോക്കൂ, ഞങ്ങൾക്ക് RMP ഉണ്ട്, RSP ഉണ്ട്. ഈ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആണെങ്കിലും മാർക്സിയൻ സിദ്ധാന്തങ്ങളുമായി അവർ ചേർന്ന് പോകുന്നു. ഈ പറയുന്ന ഒരു ഡസൻ വിമതരുണ്ട്, അവരുടെ ഭാഗത്ത് നിന്ന് ജയിച്ചു വന്നവർ. അങ്ങനെ തുടങ്ങി ഏറ്റവും കൂടുതൽ ഇടതു പാർട്ടികളുള്ള ഒരു സെൻട്രൽ ലെഫ്റ്റ് ആയ, ഗാന്ധിയൻ ലെഫ്റ്റ് അല്ല, നെഹ്റുവിയൻ ലെഫ്റ്റ് ആയ ചിന്താഗതിയുള്ള കൂട്ടരായി UDF മാറിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ അണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ, അവരുടെ പ്രവർത്തകരെ ചേർത്ത് നിർത്തണമെങ്കിൽ എന്തിനു നമ്മൾ CPI നിൽക്കുന്നത്? അതിനേക്കാൾ നല്ല പാർട്ടി അപ്പുറത്തില്ലേ? അതിനേക്കാൾ എത്തിക്കൽ ബേസ് ഉള്ള നല്ല പാർട്ടികൾ അവിടെയില്ലേ എന്ന് അവർ ചിന്തിക്കും, പ്രവർത്തകർ ചിന്തിക്കും. പ്രത്യേകിച്ച് ഭരണത്തിൽ കൂടി ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കാനായിരിക്കും സ്വാഭാവികമായും പ്രവർത്തകർ താല്പര്യപ്പെടുക. അപ്പൊ അങ്ങനെ ഒരു ഒഴുക്ക് തടയണമെങ്കിൽ പോലും ആ പറഞ്ഞ ആലങ്കാരിക പദവി അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുക്കാൻ എന്തിനാണ് ഇത്രമാത്രം വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം ആലങ്കാരിക പദവിയല്ല. അതിൽ പണി അറിയാവുന്ന ആൾ വന്നാൽ, പണി അറിയാവുന്ന തച്ചന്റെ കയ്യിൽ കിട്ടിയാൽ ഏത് തടിയും, ഏത് വലിയ തടിയും അത് രൂപമായി ശില്പമായി മാറും. അപ്പൊ അങ്ങനെ പണി അറിയാവുന്ന ഒരു തച്ചൻ വന്നാൽ പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായാൽ അത് പിണറായി വിജയന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വാശി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ റിവ്യൂ ചെയ്യുന്നത്.